മൃഗങ്ങളുടെ ഇടയിൽ പോലും ലിവാത്ത് എന്ന് പറഞ്ഞ ഒരു കാര്യം ചെയ്യൂല. അത്രയും മ്ലേച്ഛമായിട്ടുള്ള കാര്യമാണ് മനുഷ്യർ ഇന്ന് ഒരു അലങ്കാരമായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. آمين رب العالمين. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇബ്നു ഖയ്യിം റഹിമഹുള്ളയുടെ അദ്ദഅ എന്ന കിതാബിൽ കഴിഞ്ഞ ദർസിൽ നാം പറഞ്ഞത് സിനയുടെ ഹദ്ദിന്, വ്യഭിചാരത്തിന്റെ ശിക്ഷയ്ക്ക് മറ്റുള്ള തിന്മകളുടെ ഹദ്ദിനേക്കാൾ, ശിക്ഷയേക്കാൾ 3 പ്രധാന വ്യത്യാസങ്ങൾ പറഞ്ഞു. അതിനെ തുടർന്നുകൊണ്ട് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നു, വഹദ്ദു സാനി അൽ മുഹ്സൻ മുഷ്തഖും മിൻ ഉഖൂബത്തില്ലാഹി തആല ലിഖൗമി ലൂത്തിൻ ബിൽ ഖദ്ഫി ബിൽ ഹിജാറ. വിവാഹിതനായ ഒരു വ്യഭിചാരി അല്ലെങ്കിൽ വ്യഭിചാരിണി, അവരുടെ മേലെ നടത്തപ്പെടുന്ന ശിക്ഷ, അതായത് എറിഞ്ഞു കൊല്ലുക എന്നുള്ളത്, അത് വന്നിട്ടുള്ളത് ഏതിൽ നിന്നാണ്? ലിവാത്തിന്റെ, ലൂത്ത് നബിയുടെ സമൂഹം, സ്വർഗരതിയുടെ സമൂഹം അവരെ ചെയ്ത തിന്മയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ നശിപ്പിക്കുമ്പോൾ കല്ലുകൾ കൊണ്ട് എറിഞ്ഞ് അവരെ നശിപ്പിച്ചിട്ടുണ്ട്. അതിനോട് സാമ്യതപ്പെടുത്തിയാണ് വ്യഭിചാരത്തിലുള്ള ശിക്ഷ നടപ്പിലാക്കപ്പെടുന്നത്. വദാലിക ലിശ്തിറാകി സിനാ വൽ ലുവാത് ഫിൽ ഫഹ്ഷ്. കാരണം ആ മ്ലേച്ഛതയിൽ വ്യഭിചാരിയും അതുപോലെ തന്നെ ലിവാത്തിൽ ഏർപ്പെടുന്നവനും ഒരുപോലെയാണ് എന്നുകൊണ്ട്. വഫീ കുല്ലി മിൻഹുമാ ഫസാദുൻ യുനാഖിദു ഹിക്മത്തല്ലാഹി ഫീ ഖൽഖിഹി വഅംരിഹി. കാരണം അത് രണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സൃഷ്ടിപ്പിലും കൽപ്പനയിലും വെച്ചിട്ടുള്ള ഹിക്മത്തിനെതിരായിട്ടുള്ള കാര്യമാണ്. ഫഇന്ന ഫിൽ ലിവാതി മിനൽ മഫാസിദി മാ യഫൂതുൽ ഹസ്ർ വത്തഅദാദ്. ലിവാത്തിൽ എണ്ണിത്തിട്ടപ്പെടുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് ഉള്ള ഫസാദുകൾ ഉണ്ട്, കുഴപ്പങ്ങളുണ്ട്, സ്വർഗരതിയിലുണ്ട്. അതുകൊണ്ടാണ് ലിവാത്ത് ചെയ്യപ്പെട്ട മഫ്ഊലു ബിഹി, ആരുടെ മേലെയാണോ ആ പ്രവർത്തനം ചെയ്യപ്പെട്ടത് അവനെയും കൊല്ലണമെന്ന് പഠിപ്പിക്കാനുള്ള കാരണം അതുകൊണ്ടാണ്. അപ്പൊ യഥാർത്ഥത്തിലോട് ഉദ്ദേശിക്കുന്നത്, സാധാരണ ഈ ലിവാത്ത് എന്നുള്ളതിൽ അധികവും അമ്രതുകളായിരിക്കും പ്രവർത്തി ചെയ്യപ്പെടുന്നത്. മഫ്ഊലും ബിഹി എന്ന് പറയുന്നത്, അമ്രതുകൾ എന്ന് പറഞ്ഞാൽ താടിയും മീശയും ഒന്നും മുളക്കാത്ത ആൺകുട്ടികൾക്കാണ് അമ്രതുകൾ എന്ന് പറയുന്നത്. അവരുടെ മേലെയാണ് പലരും ഈ തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാറുള്ളത്. അപ്പൊ അങ്ങനെ ഉണ്ടാകുമ്പോൾ പ്രവർത്തനം ചെയ്യപ്പെട്ട വ്യക്തിയെയും കൊല്ലണം എന്നുള്ള ഹദ് ദീനിലുണ്ട്. അപ്പോൾ അതിലുള്ളൊരു സംശയം, ഉലമാക്കൾക്കിടയിലുള്ള ഒരു ഖിലാഫ്, ഹൽ യദ്ഖുലുൽ ജന്നത മഫ്ഊലുൻ ബിഹി. ഈ മഫ്ഊലുൻ ബിഹിയുടെ മേലെ ഹദ് ഇവിടെ നടപ്പിലാക്കണമെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഈ മഫ്ഊലുൻ ബിഹി സ്വർഗത്തിൽ പ്രവേശിക്കുമോ ഇല്ലയോ, അതാണ് ചോദ്യം. സ്വർഗപ്രവേശനം ഉണ്ടാകുമോ ഇല്ലയോ? അലാ ഖൗലൈൻ സമിഅതു ശൈഖുൽ ഇസ്ലാം യഹ്കീഹിമാ. 2 അഭിപ്രായത്തിൽ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നു, ലാ യദ്ഖുലുൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. അതിൽ അദ്ദേഹം എടുത്ത തെളിവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ലാ യദ്ഖുലുൽ ജന്നത വലദുസ് സിന. വ്യഭിചരിച്ചുണ്ടായ ഒരു കുട്ടി സ്വർഗത്തിൽ പ്രവേശിക്കില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു ഹദീസിൽ കാണാം. പക്ഷെ ഹദീസിന്റെ സനദിൽ വഅഫുണ്ട്. പക്ഷെ ഇബ്നു തൈമിയ ഈ വിഷയത്തിൽ എടുത്ത തെളിവാണ് ഇവിടെ പറയുന്നത്. അദ്ദേഹം എടുത്ത തെളിവ് ഈ ഹദീസാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, ഈ ഹദീസിൽ വ്യഭിചരിച്ചിട്ടുണ്ടായ കുട്ടി ഒരു തെറ്റുകാരനല്ല യഥാർത്ഥത്തിൽ, പക്ഷേ അവൻ ആ മ്ലേച്ഛമായ ഒരു രീതിയിൽ ജനിച്ചു എന്നതുകൊണ്ട് അവന് വരെ സ്വർഗത്തിൽ പ്രവേശിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലിവാത്തിൽ പ്രവർത്തിക്കപ്പെട്ടവനും പ്രവേശിക്കുകയില്ല എന്ന് ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ തെളിവെടുത്ത് കാണാം. പക്ഷേ അതിൽ ശരിയായിട്ടുള്ള അതിന്റെ ഒരു മസ്അല ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നു, വതഹ്ഖീഖു ഫി ഹാദിഹിൽ മസ്അലതി അയ്യുഖാൽ. ഇതിൽ ശരിയായിട്ടുള്ള വശം എന്ന് പറഞ്ഞാൽ, ഇൻ താബൽ മുബ്തലാ ബിഹാദൽ ബലാഇ വഅനാബ വറുസിഖ തൗബതൻ നസൂഹൻ വഅമലൻ സാലിഹാ വകാന ഫീ കിബരിഹി ഖൈറൻ മിൻഹു ഫീ സിഗ്രിഹി വബദ്ദല സയ്യിആതിഹി ഹസനാത്തിൻ. ആ പ്രവർത്തിക്കപ്പെട്ട ആള്, ആ വ്യക്തി തൗബ ചെയ്യുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും എല്ലാം ചെയ്യുന്ന, വലുതാവുമ്പോൾ ആ അവസ്ഥയിൽ അയാൾ വലുതാവുന്നതിനനുസരിച്ചിട്ട് അവൻ തൗബ ചെയ്ത് സൽക്കർമ്മങ്ങൾ ചെയ്ത്
ഏറ്റവും നല്ല രീതിയിൽ അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുന്നവനാണെങ്കിൽ അവന്റെ തിന്മകൾ നന്മകളാക്കി മാറ്റുകയും അവന് സ്വർഗപ്രവേശനം ലഭിക്കുകയും അവന് പാപമോചനം ലഭിക്കപ്പെടുകയും ചെയ്യും എന്നതാണ് പറയുന്നത്. അതായത് ചർച്ച എന്താ വെച്ച് കഴിഞ്ഞാൽ മഫ്ഊലും ബിഹി ആയിട്ടുള്ള ലിവാത്തിൽ മഫ്ഊലും ബിഹി ആയിട്ടുള്ള ഒരുവൻ അവൻ പ്രവർത്തനം ചെയ്ത കുറ്റക്കാരനല്ല, ചെയ്യപ്പെട്ടവനാണ്. അപ്പൊ അവന് യഥാർത്ഥത്തിൽ തൗബ ചെയ്ത് മടങ്ങിയാൽ സ്വർഗപ്രവേശനം ലഭിക്കുമോ എന്നുള്ളതാണ് ചർച്ച. അപ്പൊ അതിൽ അവൻ തൗബ ചെയ്ത് മടങ്ങിയാൽ, അവൻ സൽക്കർമ്മങ്ങൾ മുന്നേറിയാൽ, അവൻ പ്രായമാകുന്ന വലുതാവുന്നതിനനുസരിച്ച് കൂടുതൽ നന്മയിൽ മുന്നേറി കഴിഞ്ഞാൽ അവന് പാപമോചനം ഉണ്ടാകും എന്ന് തന്നെയാണ് അതിന്റെ ശരി. കാരണം ഒരുപാട് വിഷയത്തിൽ തൗബയുടെ ഫضل നമുക്കറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അത്താഇബു മിനദ്ദംബി കമല്ലാ ദംബല. പാപത്തിൽ നിന്ന് തൗബ ചെയ്ത് മടങ്ങുന്നവൻ തിന്മയില്ലാത്തവനെ പോലെയാണ്. അതുപോലെ തന്നെ മഹത്തായ ഖുർആനിൽ ഏറ്റവും പ്രതീക്ഷയും സമാധാനവും ഏകുന്ന ആയത്ത് എന്ന് പല സഹാബികളും പറഞ്ഞിട്ടുള്ള സൂറത്ത് സുമറിലെ 53-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമീഅ. പശ്ചാത്തപിച്ച് മടങ്ങിയാൽ അല്ലാഹു പാപങ്ങളെല്ലാം പുറത്തു നൽകപ്പെടും. എന്നാൽ ഈ വ്യക്തി, ഈ പ്രവർത്തിക്കപ്പെട്ട വ്യക്തി, അയാൾ പ്രായമാകുന്നതിനനുസരിച്ച് അയാൾ വലുതാകുമ്പോൾ തൗബ ചെയ്യുന്നില്ല, ആ തിന്മയിൽ നിന്ന് ഒഴിവാകുന്നില്ല, കൂടുതൽ തിന്മയിൽ മുഴുകുന്ന ആളാണെങ്കിൽ നേരെ എന്തായിരിക്കും? അവൻ സ്വർഗത്തിൽ പ്രവേശിക്കാത്ത ആ അവസ്ഥയിലാണ് ഉണ്ടാവുക. അവന്റെ അവസാനം അത്ര ദോഷമായിരിക്കും എന്നതാണ് അവിടെ വിഷയം. എന്നാൽ ഈ തിന്മയുടെ എല്ലാം കാര്യം പറഞ്ഞിട്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് മോശമായ പര്യവസാനം അതുണ്ടാവാനുള്ള ചില കാരണങ്ങൾ ഹാഫിദ് അബൂ മുഹമ്മദ് അബ്ദുൽ ഹഖ് ഇബ്നു അബ്ദുർ റഹ്മാൻ അൽ ഇശ്ബീലി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞ ഒരു അസറിൽ പറയാണ്, വഅലം, നീ മനസ്സിലാക്കണം, അന്ന ലിസൂഇൽ ഖാതിമ അആദന അല്ലാഹു മിൻഹാ അസ്ബാബൻ. ഒരവസാനം മോശമാകാൻ അല്ലെങ്കിൽ മരണം മോശപ്പെട്ടതാകാൻ ചില കാരണങ്ങളുണ്ട്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. വലഹാ തുറുഖുൻ വ അബ്വാബുൻ, അതിന് ചില വഴികളും കവാടങ്ങളുമുണ്ട്. അഅലഹുമാ അൽ ഇൻകിബാബു അല ദുനിയ, അതിൽ ഏറ്റവും വലുത് പറ ദുനിയാവിലേക്ക് അങ്ങോട്ട് മുഴുകലാണ്. ദുനിയാവ് നിലക്ക് അതിലങ്ങോട്ട് മുഴുകിക്കഴിഞ്ഞാൽ അവന്റെ അവസാനത്തിലാണ് പുറത്തേക്ക് വരിക. അവസാനം മോശമാവും. വലിയ അറാഹു അനിൽ ആഖിറ, പരലോകത്ത് നിന്ന് തിരിഞ്ഞു കളയുക. പരലോകത്തിനെ കുറിച്ചുള്ള ചിന്തയില്ല, അതിനുവേണ്ടി ഒരുങ്ങുന്നില്ല, അതിനെക്കുറിച്ച് ആലോചിക്കുന്നില്ല, ആ അവസ്ഥ. വലിയ ഖദാമു വൽ ജുർഅതു അലാ മആസില്ലാ, അല്ലാഹുവിനെ ധിക്കരിക്കുന്ന കാര്യങ്ങളിൽ മുന്നിടുക, അതിൽ മുഴുകുക. വറുബ്ബമാ ഗലബ അലൽ ഇൻസാനി ദർബുൻ മിനൽ ഖതീഅ, അവന് അങ്ങനെ എന്തുണ്ടാവും? ചിലപ്പോഴൊക്കെ അവന്റെ തിന്മകൾ അവനെ കീഴ്പ്പെടുത്തി കളയുന്ന അവസ്ഥ ഉണ്ടാവും. വനൗഉ മിനൽ മഅസിയ, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേകമായ തിന്മകൾ. വജാനിബു മിനൽ ഇറാഖ് വനസീബു മിനൽ ജുർഅത്തി വൽ ഇഖ്ദാം ഫമലക ഖൽബഹു, അങ്ങനെ ആ തിന്മകൾ അവന്റെ ഖൽബിനെ കീഴ്പ്പെടുത്തുന്ന അവസ്ഥ ഉണ്ടാവും. വസബാ അഖലഹു, അവന്റെ ബുദ്ധിയെ തെറ്റിച്ചു കളയും. വത്ഫ നൂറഹു, അവന്റെ ഈമാനിന്റെ പ്രകാശത്തെ കെടുത്തി കളയും. വഅർസല അലൈഹി ഹുജബഹു, അങ്ങനെ അവന്റെ മേലെ മൂടിയിടപ്പെടും. ഫലം തൻഫഅ ഫീഹി തദ്കിറത്തുൻ, അങ്ങനത്തെ ഒരു അവസ്ഥയിൽ തിന്മയിൽ മുഴുകിയ ഒരുത്തന് പിന്നെ അവൻ ഓർമ്മപ്പെടുത്തൽ അവന് ഉപകരിക്കില്ല. വലാ നജഅത് ഫീഹി മൗഇളത്തുൻ, അവൻ എന്തെങ്കിലും ഉപദേശം കേട്ടാൽ അതിനൊരു ഉപകാരം അവൻ എടുക്കാൻ പറ്റില്ല. ഫറുബ്ബമാ ജാഅഹുൽ മൗതു അലാ ദാലിക്, ആ അവസ്ഥയിലായിരിക്കും അവന്റെ മരണം വന്നെത്തുക. ഫസമിഅ നിദാഅ മിൻ മകാനിൻ ബഈദ്, അവന് ദൂരത്തുനിന്നൊരു വിളിയാളം പോലെ നന്മയിലേക്ക് ക്ഷണിക്കുന്നത് കേൾക്കുന്നുണ്ടാവും. ഫലം യതബയ്യനിൽ മുറാദ്, പക്ഷെ അവന് മനസ്സിലാക്കാൻ സാധിക്കില്ല. വലാ അലിമ മാ അറാദ, എന്താണ് അവൻ ചെയ്യേണ്ടതെന്നുള്ള ബോധം അവനുണ്ടാവില്ല. വഇൻ കററ അലൈഹി ദാഇ വഅആദ, എത്ര വിളിച്ചാലും ആ തിന്മയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിൽ അവൻ മുഴുകും. അങ്ങനെ അവന് മരണം സംഭവിക്കും. നമ്മൾ കുറച്ചു മുമ്പ് വായിച്ചിട്ടുണ്ട്, അവസാന സമയത്ത് മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ പറയുമ്പോൾ അവൻ പറയുന്നത് വേറെ എന്തെങ്കിലും കാര്യമായിരിക്കും. കച്ചവടക്കാരൻ പറയും, ഇന്ന കൊടുത്തു, ഇന്ന വാങ്ങി, ഇത്ര പൈസ കിട്ടി, ഇത്ര ലാഭം കിട്ടി, അത് പറയും. അല്ലെങ്കിൽ ഏതെങ്കിലും പെണ്ണിനോട് ഇഷ്ക് ബാധിച്ചാണെങ്കിൽ ആ പെണ്ണിനെ പറ്റി പറയും. സംഗീതത്തിൽ മുഴുകിയ ആളുകളാണെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ പറയുമ്പോൾ അവൻ ആ സംഗീതത്തിന്റെ ഈണങ്ങൾ പാടിക്കൊണ്ടിരിക്കും. അങ്ങനെ കുറെ അസറുകൾ നമ്മൾ വായിച്ചു. അതുപോലെ ആയിരിക്കും അവസാനം ഉണ്ടാവുക. ഇവിടെ പറഞ്ഞ വിഷയം, തിന്മകളിൽ നാം ഏറ്റവും ഭയപ്പെടേണ്ടത് ആ തിന്മകൾ കാരണത്താൽ നമ്മുടെ അവസാനം നശിക്കുന്നുള്ളതാണ്. മരണസമയത്ത് നമുക്കൊന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാനോ അള്ളാഹുവിനെ കുറിച്ച് ഓർക്കാനോ സാധിക്കാത്ത രീതിയിൽ നാം അകപ്പെട്ടു പോകും. ഒരു സംഭവം കാണാം. വലഖദ് ബകാ സുഫിയാൻ അസ്തൗരി ലൈലത്തിൻ ഇല സബാഹ്, ഒരു ദിവസം സുഫിയാൻ അസ്തൗരി റഹിമഹുല്ലാഹ് രാത്രി നിസ്കരിക്കുമ്പോഴോ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴോ ചിന്തയിലോ ആയിട്ട് രാവിലെ വരെ കരയാണ്. ഫലമ്മാ അസ്ബഹ ഖീല ലഹു, രാവിലെ ആയപ്പോൾ അദ്ദേഹത്തിനോട് ചോദിക്കപ്പെട്ടു, കുല്ലു ഹാദാ ഖൗഫൻ മിനദ് ദുനൂബ്, നിങ്ങൾ തിന്മകളെ കുറിച്ച് ആലോചിച്ച് പേടിച്ചിട്ടാണോ ഇങ്ങനെ കരയുന്നത് ചോദിച്ചു. ഫഅഖദത് ഇബ്നത മിനൽ അർദ്, അദ്ദേഹം ഭൂമിയിൽ നിന്ന് ഒരു മരക്കഷ്ണോ ഒരു മണ്ണിന്റെ കട്ട എന്തോ എടുത്തിട്ട് കാണിച്ചിട്ട് പറഞ്ഞു, വഖാല അദ്ദുനൂബ് അഹ്വനു മിൻ ഹാദാ,
തിന്മകൾ ഇതിനേക്കാൾ നിസ്സാരമാണ്. തിന്മകൾ എന്ന നിലയ്ക്ക് ഇതിനേക്കാൾ നിസ്സാരമാണ്. പക്ഷേ ഞാൻ കരഞ്ഞത് എന്താലോചിച്ചിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തിന്മകൾ ചെയ്ത് കൂടിയാൽ എന്റെ അവസാനം എന്താകുമെന്ന് ആലോചിച്ചിട്ടാണ് ഞാൻ കരഞ്ഞത് എന്ന് സുഫിയാൻ അസ്സൗരി റഹിമഹുല്ലാ പറയുകയാണ്. അതായത് ഒരു വലിയൊരു ഫിഖാണ്, വലിയൊരു മനസ്സിലാക്കലാണത്. സാധാരണക്കാരായ ആളുകൾക്ക് അത് മനസ്സിലാവൂല. ഉലമാക്കൾക്ക് ഉണ്ടാവുന്ന ഫിഖിന്റെ ഭാഗമാണത്. അവന്റെ തിന്മകൾ മരണസമയത്ത് അവന് മുൻപിൽ വരികയും അവന്റെ നല്ലൊരു മരണത്തിൽ നിന്ന് മറയായിടുന്ന ഒരു അവസ്ഥ ഉണ്ടാകും എന്നുള്ള ചിന്ത. കാരണം സാധാരണക്കാരായ ആളുകൾക്ക് തിന്മ സംഭവിക്കുമ്പോൾ ആ തിന്മയുടെ അപ്പുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടേ ഭയം ഉണ്ടാവുള്ളൂ. ഒരു തിന്മ ചെയ്തു, ആ തിന്മ കൊണ്ട് എന്തെങ്കിലും അനന്തരഫലം ഉണ്ടാവുമോ, അല്ലെങ്കിൽ ദുനിയാവിൽ എന്തെങ്കിലും നഷ്ടം ഉണ്ടാവുമോ, അപ്പോഴെന്താണ് സംഭവിക്കാന്ന് മാത്രം ചിന്തിക്കുകയുള്ളൂ. പക്ഷെ ഇൽമുള്ള ആളുകൾ ഇതുകൊണ്ട് എന്റെ അവസാനത്തിൽ ബാധിക്കുന്ന ദോഷത്തെക്കുറിച്ച് ചിന്തിക്കും. നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കണം. അതുപോലെ തന്നെ അബൂദർദ റളിയല്ലാഹു അൻഹു, അദ്ദേഹം മരണസമയത്ത് അദ്ദേഹം ഇങ്ങനെ ബോധം നഷ്ടപ്പെടുക, അതിനിടക്ക് ബോധം വരും. അപ്പൊ അദ്ദേഹം ബോധം വരുമ്പോൾ അദ്ദേഹം സൂറത്തുൽ അൻആമിലെ 110-ാമത്തെ ആയത്ത് പാരായണം ചെയ്യും. വനുഖല്ലിബു അഫ്ഇദതഹും വഅബ്സാറഹും കമാ ലം യുഅ്മിനൂ ബിഹി അവ്വല മറ വനദറുഹും ഫീ തുഗ്യാനിഹിം യഅമഹൂൻ. അവരുടെ മനസ്സും ദൃഷ്ടികളുമെല്ലാം മാറ്റിക്കളയും നാം, അവരാദ്യം വിശ്വസിക്കാത്തത് കാരണത്താൽ. അവരോട് താക്കീത് ചെയ്യപ്പെട്ട കാര്യങ്ങളിൽ അന്ധമായി മുഴുകിക്കൊണ്ടിരിക്കുന്നവരായിരുന്നു എന്ന ആയത്ത് പാരായണം ചെയ്യുമായിരുന്നു, മരണത്തെ ഭയപ്പെട്ടുകൊണ്ട്. അതാണ് സലഫുകൾ അവരുടെ തിന്മകളെക്കാൾ അവർ ഭയപ്പെട്ടത് അവരുടെ അവസാനം എത്ര മോശമായി തീരുമോ എന്നുള്ളതാണ്. എന്നിട്ട് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, വഅലം, നീ മനസ്സിലാക്കണം, അന്ന സൂഅൽ ഖാതിമതി അആദന അല്ലാഹു തആല മിൻഹാ, മോശപ്പെട്ട അവസാനം എന്നുള്ളത് ലാ തകൂനു ലിമൻ ഇസ്തിഖാമ ളാഹിറുഹു വസലുഹ ബാതിനുഹു, ഒരുത്തൻ പ്രകടമായി നേരെ ചൊവ്വേ ദീനിൽ നിലനിൽക്കുകയും അവന്റെ രഹസ്യവും അവന്റെ ഉള്ളും നന്നാക്കുകയും ചെയ്തവന് അത് ബാധിക്കില്ല, അവന് മോശപ്പെട്ട ഒരു അവസാനം ഉണ്ടാവില്ല. മാ സുമിഅ ബിഹാദാ വലാ ഉലിമ ബിഹി വലില്ലാഹിൽ ഹംദ്, ഇങ്ങനെയുള്ള ഒരാൾക്ക് മോശപ്പെട്ട അവസാനം ഉണ്ടതായിട്ട് കേൾക്കപ്പെട്ടിട്ടില്ല, അങ്ങനൊരു കാര്യം ഉണ്ടായിട്ടില്ല. വഇന്നമാ തകൂനു ലിമൻ ലഹു ഫസാദുൻ ഫിൽ അഖീദതി ഔ ഇസ്റാറുൻ അൽ കബായിർ, മോശപ്പെട്ട പര്യവസാനം സംഭവിച്ചിട്ടുള്ളത് ഒരുത്തന്റെ പിഴച്ച വിശ്വാസത്തിലായവനും തിന്മകളിൽ തുടർച്ചയായി മുഴുകിയവർക്കുമാണ്. വഇഖ്ദാമുൻ അലൽ അദായിം, ഗൗരവമേറിയ തിന്മകൾ മുഴുകിയവനാണ്. ഫറുബ്ബമാ ഗലബ ദാലിക അലൈഹി ഹത്താ നസല ബിഹിൽ മൗതു ഖബ്ല തൗബ, അങ്ങനെയുള്ള ആളുകൾക്ക് തൗബ ചെയ്യുന്നതിന് മുമ്പ് അവന്റെ മേലെ മരണം വന്നെത്തിയിട്ടുണ്ട്. ഫയുഖദഹു ഖബ്ല ഇസ്ലാഹി തവിയ്യ വയസ്തലിമ ഖബ്ല അൽ ഇനാബ, അവന് നന്മ ചെയ്യാനോ പശ്ചാത്തപിച്ച് മടങ്ങാനോ സൽക്കർമ്മങ്ങളിൽ ചെയ്യാൻ സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ അവന് മരണം പിടിച്ചിട്ടുണ്ട്. ഫയദ്ഫറ ബിഹി ശൈത്താൻ ഇൻദ തിൽക അസ്സദമതി വയഖ്തതിഫഹു ഇൻദ തിൽക അദ്ദഹ്ശ വൽഇയാദു ബില്ലാ, അങ്ങനെയുള്ളവരെ ആ മരണസമയത്ത് എന്താക്കും? മരണസമയത്ത് ശൈത്താൻ പിടികൂടും. എത്രയോ ആളുകളുടെ ജീവിതത്തിന്റെ ചരിത്രങ്ങൾ. ഇപ്പോൾ ഇബ്നുൽ ജൗസി റഹിമഹുല്ലക്ക് ഒരു കിതാബുണ്ട്, ദമ്മുൽ ഹവ എന്ന് പറഞ്ഞിട്ട്. ഏകദേശം ഈ കിതാബിന്റെ ടോപ്പിക്കുകൾ തന്നെയാണ്. ഇബ്നുൽ ജൗസി ഇബ്നുൽ ഖയ്യിമിന്റെ മുമ്പ് ജീവിച്ച വ്യക്തിയാണ്. ഏകദേശം ഇബ്നു തൈമിയ ജനിക്കുമ്പോ ഇബ്നു തൈമിയ ഇബ്നു ജൗസി കുറഞ്ഞ 10-20 കൊല്ലം ഒരേ സമയത്ത് ഉണ്ടായിട്ടുണ്ട്. ഇബ്നു തൈമിയുടെ മേലെയുള്ളതാണ്. അദ്ദേഹത്തിന് കിതാബുണ്ട് ദമ്മുൽ ഹവ. അത് വായിച്ചാൽ അതിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ട്. ഏകദേശം ഒരേ രീതിയാണ്, പക്ഷെ ഒന്നുകൂടി അത് വിശാലമായി കാര്യങ്ങൾ പറയുന്നുണ്ട് എന്ന് മാത്രം. അതിൽ ധാരാളം സൂഉൽ ഖാത്തിമ സംഭവിച്ച ആളുകളുടെ ചരിത്രങ്ങൾ ഒരുപാട് കൊടുത്തിട്ടുണ്ട് ഒരു ബാബിൽ. അതിലൊരു ചരിത്രം ഇബ്നുൽ ഖയ്യിം ഇതിലും കൊടുത്തിട്ടുണ്ട്. 1-2 ചരിത്രങ്ങളുണ്ട്. അതിലൊന്ന് നമ്മൾ വായിക്കുകയാണ്. അറിയപ്പെട്ട പല കിതാബുകളിലും ഉലമാക്കൾ കൊടുക്കാറുള്ള മോശപ്പെട്ട പര്യവസാനം, നല്ല രീതിയിൽ ജീവിച്ചിട്ട് അവസാനം സംഭവിക്കുന്നതിന്റെ അപകടം പറയുന്ന ഒരു സംഭവമാണ്. വയുർവ, ഇത് ഉദ്ധരിച്ചിട്ടുള്ളത് ദമ്മുൽ ഹവയിൽ സഅദ് ഇബ്നു മുസയ്യിബ് റഹിമഹുല്ലാഹ് എന്റെ ഓർമ്മ. ويروى أنه كان بمصر رجل يلزم مسجدا للأذان والإقامة والصلاة. ഒരു വ്യക്തി ഉണ്ടായിരുന്നു മിസ്റിൽ. ആ വ്യക്തിയുടെ ജോലി മസ്ജിദിൽ ബാങ്ക് കൊടുക്കുക, ഇഖാമത്ത്, നിസ്കാരത്തിന് ഇമാമത്ത് വെക്കുക എന്നിവ മസ്ജിദുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജോലി ചെയ്യുന്ന ആളാണ്. വഅലൈഹി ബുഹാഉ ത്വാഅ വഅൻവാറുൽ ഇബാദ, ആ വ്യക്തിയുടെ മേലെ അള്ളാഹുവിനുള്ള അനുസരണം കൊണ്ടുണ്ടാകുന്നതും അതുപോലെ അള്ളാഹുവിനെ കീഴ്പ്പെട്ട് ജീവിക്കുന്നതും കൊണ്ടുള്ള പ്രകാശവും ആ ഒരു ഗാംഭീര്യമുള്ള വ്യക്തിയായിരുന്നു. ഫറഖാ യൗമൻ അൽ മനാറത അലാ ആദതിഹി ലിൽ അദാൻ, ഒരു ദിവസം ബാങ്ക് കൊടുക്കാൻ വേണ്ടി മനാറിൽ, അഥവാ ഈ മൈക്കൊക്കെ വരുന്നതിന് മുമ്പ് എങ്ങനെയാണ് ബാങ്കിന്റെ സുന്നത്ത് എന്താണ്? ഒരു മസ്ജിദിൽ ഏറ്റവും ഉയർന്ന പ്രദേശത്ത് നിന്ന് ബാങ്ക് കൊടുക്കല.
അപ്പൊ മനാറത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ മേലെയുള്ളത്, മേൽഭാഗത്ത് കയറി ബാങ്ക് കൊടുക്കാൻ വേണ്ടി കയറി. വകാന തഹ്തൽ മനാറത്തി ദാറുൻ ലിനസ്റാനി, ആ മനാറത്തിന്റെ കീഴിലായിക്കൊണ്ട് നസ്രാനി ആയിട്ടുള്ള ഒരാളുടെ വീടുണ്ടായിരുന്നു. ഫത്തല ഫീഹ, അങ്ങനെ ഇയാൾ ഇത് കയറുന്ന സമയത്ത് അങ്ങോട്ടൊന്ന് നോക്കി. ഫറഅ ഇബ്നത സാഹിബിദ്ദാരി ഫഫ്തുനില ബിഹാ, അങ്ങനെ അങ്ങോട്ട് നോക്കിയ സമയത്ത് ആ വീട്ടിലെ ആളുടെ മകളെ, നസ്രാനിയായ താമസിക്കുന്ന ആളുടെ മകളെ കാണാനിടയായി. കണ്ടപ്പോൾ അവളുടെ ഫിത്നയിൽ ഇയാൾ അകപ്പെട്ടു. അവളുടെ സൗന്ദര്യം കണ്ടിട്ട് ആകർഷിക്കപ്പെട്ട് ഫിത്നയിലായി. ഫതറക്കൽ അദാൻ, ബാങ്ക് കൊടുക്കുന്നത് വിട്ടിട്ട് വനസല ഇലൈഹ, അവളുടെ അടുത്തേക്ക് പോയി, വീട്ടിലേക്ക് പോയി. വദഖല അദ്ദാറ അലൈഹ, അവളുടെ വീട്ടിലേക്ക് പ്രവേശിച്ചു. ഫഖാലത് ലഹു, അപ്പോൾ ആ പെണ്ണ് ചോദിച്ചു, മാ ശഅനുക് വമാ തുരീദ്, നീ എന്താ ഇവിടെ വന്നിരിക്കണം, എന്താ നിനക്ക് ആവശ്യം? ഖാല, അപ്പോൾ ഈ വ്യക്തി പറഞ്ഞു, ഉരീദുകി, എനിക്ക് നിന്നെയാണ് വേണ്ടത് പറഞ്ഞു. ഫഖാലത് ലിമാദ, എന്താണ്, എന്തിനാണ്? ഖാലത് ഖദ് സബൈതി ലുബ്ബി വഅഖദ്തി ബിമജാമി ഖൽബി, നീ എന്റെ ബുദ്ധിയെ മറപ്പിച്ചു കളഞ്ഞിരിക്കുന്നു, എന്റെ കൽബിൽ പൂർണ്ണമായി നീ എന്നെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഖാലത്, അപ്പോൾ ഈ പെണ്ണ് പറഞ്ഞു, ലാ ഉജീബുക ഇല്ലാ റീബത്തിൻ അബദ, ഇങ്ങനെ ഒരു ഉറപ്പില്ലാത്ത ഈ ഒരു രീതിയിലുള്ള ഒരു കാര്യത്തിൽ, ഒരു സംശയമുള്ള കാര്യത്തിന്റെ മേലെ നിനക്ക് ഞാൻ ഉത്തരം ചെയ്യില്ല, നിന്റെ ആവശ്യത്തിന് ഞാൻ നിൽക്കില്ല, അല്ലെങ്കിൽ നിനക്ക് ഞാൻ ഉത്തരം ചെയ്യില്ല എന്ന് പറഞ്ഞു. ഖാല, അപ്പൊ ഈ വ്യക്തി ചോദിച്ചു, അതസവ്വജുകി, ഞാൻ നിന്നെ വിവാഹം കഴിക്കാന്ന് പറഞ്ഞു. വിവാഹം കഴിച്ചാൽ മതി ചോദിച്ചു. ഖാലത്, അപ്പൊ ഈ പെണ്ണ് പറഞ്ഞു, അൻത മുസ്ലിമുൻ വഅന നസ്റാനിയത്തുൻ വഅബി ലാ യുസവ്വിജുനി മിൻക, നീ മുസ്ലിമാണ്, ഞാൻ നസ്രാനിയാണ്, എന്റെ ഉപ്പ എന്നെ നിനക്ക് വിവാഹം കഴിച്ചില്ല. ഖാല, അപ്പൊ ഈ വ്യക്തി ചോദിച്ചു, അതനസ്സറു, ഞാൻ നസ്രാനി ആയാൽ മതിയോ ചോദിച്ചു. ഞാൻ നസ്രാനി ആയാൽ മതിയോ? ഖാലത്ത്, അപ്പൊ ആ പെണ്ണ് പറഞ്ഞു, ഇൻ ഫഅൽത അഫ്ഇൽ, നീ അങ്ങനെ ആവുകയാണെങ്കിൽ അങ്ങനെ ചെയ്തോ, നീ നസ്രാനി ആവുകയാണെങ്കിൽ അങ്ങനെ ചെയ്തോളാൻ പറഞ്ഞു. ഫതനസ്സറ അർറജുലു ലിയതസവ്വജഹ, അങ്ങനെ ഈ പെണ്ണിനെ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് ഇയാൾ എന്തായി? നസ്രാനിയായി, മുർത്തദായി, ദീൻ വിട്ടിട്ട് നസ്രാനിയായി മാറി. വഖാമ മഅഹും ഫിദ്ദാർ, അങ്ങനെ വിവാഹം കഴിക്കാൻ വേണ്ടി ആ കുടുംബത്തിനോടൊപ്പം ആ വീട്ടിൽ താമസിക്കുകയാണ്. അയാൾ നസ്രാനിയായി മാറിയിട്ട് അവിടെ താമസിക്കുകയാണ്. ഫലമ്മ കാന ഫി അസ്നാഇ ദാലിക അൽയൗം, അങ്ങനെ ആ ദിവസത്തിൽ ഒരു ദിവസം അയാൾ എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി റഖാ ഇലാ സത്ഹിൻ കാന ഫിദ്ദാരി ഫസഖത മിൻഹു, ആ വീടിന്റെ ഏതൊരു നിലയുടെ മുകളിലേട്ട് എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി കയറിയതാണ്. അപ്പൊ അത് പൊളിഞ്ഞ് താഴത്തേക്ക് വീണ് ഫമാത, അയാൾ മരിച്ചു. ഫലം യുഗ്ഫർ ബിഹാ വഫാതഹു ദീനുഹു, അതിന് രക്ഷപ്പെടാൻ പറ്റിയില്ല. എന്തുണ്ടായി? അവരുടെ ദീനും പോയി, നസ്രാനിയായി കാഫിറായിട്ട് ഭരിക്കേണ്ട അവസ്ഥ ഉണ്ടായി. അപ്പോ അവസാനം മോശമാവുക എന്നുള്ളത് നമ്മൾ ഏറ്റവും ഭയപ്പെടേണ്ട കാര്യമാണ്. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പരീക്ഷിക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ളത് പുറത്തു വരുന്നത് വരെയാണ്. അതാണ് ഉലമാക്കൾ പറയാറുള്ളത്, ഇബ്ലീസിന്റെ ഉള്ളിലുള്ളതും മലക്കുകളുടെ ഉള്ളിലുള്ളതും അള്ളാഹു പുറത്തേക്ക് കൊണ്ടുവന്നത് ഒരു പരീക്ഷണം കൊണ്ടാണ്. സുജൂദ് ചെയ്യാൻ പറഞ്ഞിട്ടാണ്. ഇബ്ലീസിന്റെ ഉള്ളിലെ കുഫറും കിബറും പുറത്തേക്ക് വന്നു, മലക്കുകളുടെ ഉള്ളിലെ ത്വാഅത്തും പുറത്തേക്ക് വന്നു. അതുപോലെ ഏതൊരു മനുഷ്യന്റെ ഉള്ളിൽ നിന്നും വരും. അതാണ് സാദിഖുൽ മസ്ദൂഖ് എന്ന് പറയുന്ന ഹദീസിൽ, ഒരാൾ സ്വർഗാവകാശിയുടെ കർമ്മം ചെയ്തോട് ജീവിക്കായിരിക്കും, സ്വർഗത്തിലേക്ക് അവൻ എത്തി എന്നുള്ള അവസ്ഥ എത്തിണ്ടാവും, ഒരു ചാടം മുഴ ദൂരം ഉണ്ടാവുള്ളൂ, പക്ഷെ നരകാവകാശിയുടെ കർമ്മം ചെയ്ത് നരകത്തിൽ പോകും. അതുപോലെ തന്നെ നരകാവകാശിയായിട്ടുള്ള ഒരാൾ അവസാനത്തിൽ മാറും. ഹസ്നുൽ ഖാത്തിം നാം അള്ളാഹുവിനോട് ഏറ്റവും അധികം ചോദിക്കേണ്ട, തേടേണ്ട കാര്യമാണ്. അതുപോലെ ധാരാളം കഥകൾ വേറെയും പല കിതാബുകളും കൊടുത്തിട്ടുണ്ട്, നമ്മൾ അധികം വായിക്കുന്നില്ല. അടുത്ത ബാബ് മഫ്സദത്തുൽ ലിവാത്ത് മിൻ അഅ്ളമിൽ മഫാസിദ്. ലിവാത്ത്, സുവർഗരതി, വ്യഭിചാരത്തിന്റെ സിനയെ പറ്റിയിട്ടാണ് കഴിഞ്ഞ ഇതിൽ പറഞ്ഞത്. ഇനി പറയുന്നത് ലിവാത്ത്, സുവർഗരതി എന്നുള്ളത്, അതിന്റെ അപകടവും അതിന്റെ ശിക്ഷയും ഗൗരവവും. വലമ്മാ കാനത് മഫ്സദത്തുൽ ലിവാത്ത് മിൻ അഅ്ളമിൽ മഫാസിദ് കാനത് ഉഖൂബതുഹു ഫിദ് ദുനിയ വൽ ആഖിറതി മിൻ അഅ്ളമിൽ ഉഖൂബാത്ത്. ദുനിയാവിൽ വളരെയധികം മ്ലേച്ഛമായിട്ടുള്ള കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ലിവാത്ത് എന്നുകൊണ്ട് തന്നെ ദുനിയാവിലും പരലോകത്തിലും അതിന്റെ ശിക്ഷയും ഗൗരവമുള്ളതാണ്. വഖദ് ഉഖ്തലിഫ അന്നാസു ഹൽ ഹുവ അഗ്ലദു ഉഖൂബതൻ മിൻ അസ്സിന. ജനങ്ങൾക്കിടയിൽ ഒരു ഖിലാഫ് ഉള്ളത്, ഇത് ലിവാത്തിന്റെ ശിക്ഷ വ്യഭിചാരത്തിനേക്കാൾ ഗൗരവത്തിലുള്ള ശിക്ഷയാണോ, ഔ അസ്സിന അഗ്ലദു ഉഖൂബതൻ മിൻ, ലിവാത്തിനേക്കാൾ വ്യഭിചാരത്തിനാണോ ഗൗരവമുള്ള ശിക്ഷ, അഥവാ സ്വവർഗരതിയാണോ വ്യഭിചാരമാണോ ഗൗരവമേറിയ ശിക്ഷയൊക്കെ നൽകേണ്ടത്, അതോ രണ്ടിനും ഒരുപോലെയാണോ എന്നുള്ളത്. ഇവിടെ 3 ഖൗലുകളാണ് വിഷയത്തിൽ സലഫുകൾക്കിടയിലുള്ളത്. فذهب أبو بكر الصديق وعلي بن أبي طالب وخالد بن الوليد وعبد الله بن الزبير وعبد الله بن عباس وجابر بن زيد وعبد الله بن معمر والزهري وربيعة بن أبي عبد الرحمن ومالك وإسحاق بن راهوي والإمام أحمد. അങ്ങനെ ധാരാളം പണ്ഡിതന്മാരുടെ ഖൗല് പ്രകാരം അവര് പറയുന്നത് ഉഖൂബത്തുഹു അൽ ഖത്ലു അലാ കുല്ലി ഹാലിൻ മുഹ്സനൻ കാന ഔ ഗൈറ മുഹ്സനിൻ.
വ്യഭിചാരത്തിനേക്കാൾ ശിക്ഷ കൊടുക്കേണ്ട കാര്യമാണ് ലിവാത്ത്, കൊല്ലണം. അവിവാഹിതനാണെങ്കിലും വിവാഹിതനല്ല എങ്കിലും എല്ലാം ഒരേ ശിക്ഷയാണ്, കൊല്ലണം എന്നുള്ളത്. അതൊരു ഖൗല്. രണ്ടാമത്തെ ഒരു ഖൗല് വദഹബ അതാ ബിൻ അബി റബാഹ വൽ ഹസൻ അൽ ബസ്രി വസഈദ് ബിൻ മുസയ്യിബ് വഇബ്രാഹിം അൻ-നഖി വഖതാദ വൽ ഔസാഇ വശാഫി, അങ്ങനെയുള്ള ധാരാളം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള വിഷയം ഇല അന്ന ഉഖൂബതഹു ഉഖൂബത സിന സവാ, വ്യഭിചാരത്തിന്റെ അതേപോലെ ശിക്ഷ കൊടുത്താൽ മതി ലിവാത്തിനും. ഇപ്പൊ വിവാഹിതനല്ലെങ്കിൽ അടി കൊടുക്കുന്നത് പോലെ, വിവാഹിതനാണെങ്കിൽ എറിഞ്ഞു കൊല്ലുന്നത് പോലെ അതുപോലെ കൊടുത്താൽ മതി എന്നുള്ളത്. എന്നാൽ അബു ഹനീഫ പോലെയുള്ളവർ പറയുന്നു അന്ന ഉഖൂബതഹു ദൂന ഉഖൂബത്തി സാനി വഹുവ തഅ്സീർ, വ്യഭിചാരത്തിന്റെ ശിക്ഷ ലിവാത്തിന് ആവശ്യമില്ല, ലിവാത്തിന് താക്കീത് നൽകിയാൽ മതിയാകും. അതിന് അദ്ദേഹത്തിന് ചില ന്യായങ്ങളുണ്ട്, തെറ്റായിട്ടുള്ള ഒരു വാദമാണ്. അപ്പോ അങ്ങനെയുള്ള 3 അഭിപ്രായങ്ങൾ കാണാം. ഇതിലേറ്റവും ശരിയായിട്ടുള്ള അഭിപ്രായം അസ്ഹാബുൽ ഖൗൽ അവൽ, ഒന്നാമത്തെ അഭിപ്രായമാണ്. അതെന്താണ്? കൊല്ലുക എന്നുള്ളതാണ്. അതായത് ചെയ്ത വ്യക്തിയെ അല്ലെങ്കിൽ ചെയ്യപ്പെട്ട വ്യക്തിയെയും കൊല്ലുക എന്നുള്ളതാണ്. കാരണം അത് അങ്ങേയറ്റത്തെ ഫസാദ് ഉണ്ടാക്കുന്ന, മഫ്സദത്ത് ഉണ്ടാക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെ അത് അത്ര ഗൗരവത്തിൽ ആ കാര്യത്തെ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അവർ പറയുന്ന വാദങ്ങൾ, അവർ പറയുന്ന ന്യായം, വലം യബ്തലില്ലാഹു സുബ്ഹാനഹു ബിഹാദിൽ കബീറ ഖബ്ല ഖൗമി ലൂത്തിൻ അഹദ മിനൽ ആലമീൻ, ലൂത്ത് നബിയുടെ സമൂഹത്തിന് മുമ്പ് ഒരാളും ഈ പ്രവർത്തനം കൊണ്ട് വന്നിട്ടില്ല. വആഖബഹും ഉഖൂബതൻ ലം യുആഖിബ് ബിഹാ ഉമ്മതൻ ഗൈറഹും, അവരെ പോലെ ഒരു സമൂഹത്തിനെ ശിക്ഷിച്ച പോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു സമൂഹത്തിനെയും ശിക്ഷിച്ചിട്ടില്ല. വജമഅ അലൈഹി മിൻ അൻവാഇൽ ഉഖൂബാതി ബൈനൽ ഇഹ്ലാഖ്, അവരെ ശിക്ഷിക്കുമ്പോൾ തന്നെ ഒറ്റ ശിക്ഷയല്ല അവർക്ക് കൊടുത്തത്, അവർക്ക് പലതരത്തിലുള്ള ശിക്ഷകൾ ഒരുമിച്ച് കൊടുത്തിട്ടാണ് അവരെ നശിപ്പിച്ചിട്ടുള്ളത്. വഖൽബി ദിയാരിഹിം അലൈഹിം, അവരെ നേരെ തല മറിച്ചിട്ടു. വൽ ഖസ്ഫി ബിഹിം, അവര് ഗർത്തത്തിലേക്ക് ആഴ്ന്നുപോയി. വറജ്മിഹിം ബിൽ ഹിജാറത്തി മിനസ് സമാ, അതേ സമയത്ത് തന്നെ ആകാശത്ത് നിന്ന് കല്ലെറിയപ്പെട്ടു. ഫനക്കല ബിഹിം നകാലം ലം യുനക്കിലുഹു ഉമ്മതൻ സവാഹും, അവരെ പോലെ വേറെ ആൾക്ക് നൽകപ്പെടാത്ത അവസ്ഥയിൽ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. وذلك لعظم مفسدة هذه الجريمة التي تكاد الأرض تميد من جوانبها إذا عملت عليها وتهرب الملائكة من أقطار السماوات والأرض إلى شاهدوها. അത്ര വലിയ തിന്മയാണത്. ആ തിന്മ സംഭവിക്കുമ്പോൾ ഭൂമി വരെ ഞെരുങ്ങിപ്പോകും, മലക്കുകൾ ആകാശ ലോകത്ത് അകന്നു പോകുന്ന അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട് ഈ പ്രവർത്തനം നടക്കുന്നത് കൊണ്ട്. അത്ര ഗൗരവമുള്ള ശിക്ഷയാണ്. അവരെ നശിപ്പിച്ചത് എങ്ങനെയാണ്? ജിബ്രീൽ അലൈഹിസ്സലാം ചിറകിന്റെ അറ്റം കൊണ്ട് ആ നാടിനെ മൊത്തം ഉയർത്തി, അവരെ നാടിനെ ഉയർത്തിയിട്ട് 1ാം ആകാശത്തിലേക്ക് അടുപ്പിച്ചു. അവിടെയുള്ള മലക്കുകൾ അവിടെ ഉണ്ടായിരുന്ന നായ്ക്കളുടെ പുരയും കഴുതയുടെ കരച്ചിലും കേട്ടിരുന്നു. എന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം ആ ഭൂമിയെ നേരെ മറിച്ചിട്ടു. അത് ആഴത്തിലേക്ക് ഗർത്തത്തിലേക്ക് വീണു പോകുമ്പോൾ ആകാശത്ത് നിന്ന് കല്ലെറിയപ്പെട്ടു. അങ്ങനെ ഒരുപാട് രീതിയിൽ ശിക്ഷിക്കപ്പെട്ട ഒരു ഖൗമാണ് ഈ ആളുകൾ. അതുകൊണ്ട് തന്നെ സലഫുകൾ, സഹാബികൾക്കിടയിൽ കൊല്ലുക എന്നുള്ളതിൽ ഖിലാഫില്ല. ഈ പ്രവർത്തനം ചെയ്ത ആളുകളെ വധിക്കലാണ് ശിക്ഷ എന്നുള്ളത് ഖിലാഫില്ല. എങ്ങനെ കൊല്ലണം എന്നുള്ള വിഷയത്തിലാണ് സംശയമുള്ളത്. ഒരിക്കൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഭരണകാലത്ത് ഒരു സംഭവം കാണാം. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു ഒരു നാട്ടിൽ, അദ്ദേഹം സൈനിക നേതാവാണ്, യുദ്ധത്തിൽ മറ്റു പോയ സമയത്ത് അതിനെ കീഴ്പ്പെടുത്തിയുള്ള വേറെ നാട്ടിൽ ഒരു രീതി ഉണ്ടായിരുന്നു. യുൻകഹു കമാ തുൻകഹുൽ മർഅ, ഒരു വ്യക്തിയെ, ഒരു പുരുഷനെ സ്ത്രീയെ കല്യാണം കഴിക്കുന്ന പോലെ കല്യാണം കഴിപ്പിക്കുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. പുരുഷനും കല്യാണം കഴിക്കുന്ന അവസ്ഥ നമ്മുടെ നാട്ടിലൊക്കെ പിന്നെ അനുവദനീയമായി കാണുന്ന, ഒരു അഭിമാനമായി കാണുന്ന ഒരു കാര്യം. ഫകതബ ഇലാ അബീ ബക്കർ സിദ്ദീഖ്, അപ്പോൾ ഖലീഫയായിട്ടുള്ള അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു കത്ത് എഴുതി, ഇങ്ങനെ ഒരു കാര്യം ഉണ്ട് പറഞ്ഞിട്ട്. വഫസ്തശാറ അബൂബക്കർ സഹാബ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു സഹാബാക്കളുമായിട്ട് കൂടി ആലോചിച്ചു. ഫകാന അലി ഇബ്നു അബീ ത്വാലിബ് അശദ്ദഹും ഖൗലൻ ഫീ, അതിൽ ഏറ്റവും ശക്തമായ വാക്ക് പറഞ്ഞത് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഫഖാല മാ ഫഅല ഹാദാ ഇല്ലാ ഉമ്മത്തുൻ മിനൽ ഉമം വാഹിദ, ഒരു ഖൗമല്ലാതെ വേറൊരാൾ ഈ പ്രവർത്തനം ചെയ്തിട്ടില്ല, ലൂത്ത് നബിയുടെ സമൂഹമാണ് ചെയ്തിട്ടുള്ളത്. വഖദ് അലിംതും മാ ഫഅല അല്ലാഹു ബിഹാ, അവരെ അല്ലാഹ് എന്താ ചെയ്ത് നിങ്ങൾക്ക് അറിയാലോ. അറാ അയ്യുഹ്റഖ ബിന്നാർ, ഇവരെ കത്തിച്ചു കളയണമെന്നാണ് എന്റെ അഭിപ്രായം എന്ന് പറഞ്ഞു. ഫഖതബ അബൂബക്കർ ഇലാ ഖാലിദിൻ ഫഹറഖഹു, അങ്ങനെ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവരെ കത്തിച്ചു കളയാൻ വേണ്ടിയിട്ട്, അവനെ കത്തിച്ചു കളയാൻ വേണ്ടി കത്തെഴുതുകയും ഖാലിദ് ബിൻ വലീദ് അതുപോലെ നടപ്പിലാക്കുകയും ചെയ്തു എന്ന് കാണാൻ സാധിക്കും. അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായ പ്രകാരം ലിവാത്തിന്റെ ആളുകൾക്ക് നൽകേണ്ട ശിക്ഷ യുംദറു അലാ ബിനാഇ ഫിൽ ഖറിയ, ഒരു നാട്ടിലെ ഉയർന്ന പ്രദേശം നോക്കുക. ഫയുർമൽ ലൂതിയു മിൻഹാ മുനക്കസൻ സുമ്മ യത്ബഉ ബിൽ ഹിജാറ, അവനെ തല തിരിച്ചിട്ട് അതിന്റെ അവിടുത്തെ താഴത്തേക്ക് ഇടുക, ആ സമയത്ത് കല്ലെറിയുകയും ചെയ്യുക അവന്റെ നേരെ.
അതായത് അള്ളാഹ് നടപ്പിലാക്കിയ ശിക്ഷ പോലെ തന്നെ ശിക്ഷ നടപ്പിലാക്കാൻ വേണ്ടി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആ അഭിപ്രായം പറഞ്ഞത് കാണാം. ചുരുക്കത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ വന്നിട്ടുണ്ട്, മൻ വജദ്തുമൂഹു യഅമലു അമല ഖൗമി ലൂത്തിൻ ഫഖ്തുലു അൽ ഫാഇല വൽ മഫ്ഊല ബിഹി. ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ ഖൗമ് ചെയ്ത പ്രവർത്തനം ചെയ്യുന്നവരായിട്ട് ആരെങ്കിലും നിങ്ങൾ കണ്ടാൽ എന്തു ചെയ്യുക? ആ പ്രവൃത്തി ചെയ്തവനെയും ചെയ്യപ്പെട്ടവനെയും കൊല്ലുക എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ ലഅനല്ലാഹു മൻ അമില അമല ഖൗമി ലൂത്തിൻ ലഅനല്ലാഹു മൻ അമില അമല ഖൗമി ലൂത്തിൻ ലഅനല്ലാഹു മൻ അമില അമല ഖൗമി ലൂത്തിൻ 3 തവണ എടുത്തെടുത്ത് പറഞ്ഞിട്ടുണ്ട്. വ്യഭിചാരത്തിനെ പറ്റി അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല, ആവർത്തിച്ച് ആ ശാപം എടുത്തു പറഞ്ഞിട്ടില്ല. അവിടെ പല രീതിയിലൂടെ അതിന്റെ ഗൗരവം വ്യഭിചാരത്തിനേക്കാൾ കൂടുതലാണ്, ഗൗരവമുള്ളതാണ് എന്ന് പറയാൻ സാധിക്കും. മറ്റൊരു തെളിവ് അതിന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നത്, വമൻ തഅമ്മല ഖൗലഹു, ആരെങ്കിലും ആലോചിക്കുകയാണ്, ആലോചിക്കുകയാണ്, വലാ തഖറബു സിന ഇന്നഹു കാന ഫാഹിശതൻ വസാഅ സബീല, വ്യഭിചാരത്തിലേക്ക് അടുക്കരുത്, അത് മ്ലേച്ഛമായ ഒരു പ്രവർത്തനമാണെന്ന് പറഞ്ഞു. എന്നാൽ ലിവാത്തിനെ പറ്റി പറഞ്ഞപ്പോൾ പറഞ്ഞത് സൂറത്തുൽ അറാഫിൽ അതതൂനൽ ഫാഹിശത മാ സബഖകും ബിഹാ മിൻ അഹദി മിനൽ ആലമീൻ, നിങ്ങളൊരു മ്ലേച്ഛതയിലേക്ക് വരികയാണോ എന്നുള്ളതാണ്. ഭാഷാ നിയമങ്ങൾ പ്രകാരം ഒന്നാമത് പറഞ്ഞ വ്യഭിചാരത്തെ പറ്റി പറഞ്ഞപ്പോൾ അവിടെ അള്ളാഹു ഉദ്ദേശിച്ചിട്ടുള്ള കാര്യം ഫാഹിഷത്തായിട്ടുള്ള, തിന്മയായിട്ടുള്ള, മ്ലേച്ഛതയായിട്ടുള്ള കാര്യങ്ങളിൽ പെട്ട ഒരു കാര്യം ആണ് വ്യഭിചാരം എന്ന നിലക്കാണ് പറഞ്ഞത്. പക്ഷെ രണ്ടാമത് ലിവാത്തിനെ പറ്റി പറഞ്ഞപ്പോ ലിവാത്തിനെ അടിസ്ഥാനപരമായിട്ട് തന്നെ മുഴുവനും എല്ലാ തരത്തിലും അത് ഫാഹിഷത്താണ്, അതിനെ തന്നെ ഫാഹിഷത്ത് എന്ന നിലക്കാണ് പറഞ്ഞത്. വ്യഭിചാരത്തെ പറഞ്ഞത് ഫാഹിഷത്തിൽ ഒരു കാര്യം എന്ന നിലക്കും ലിവാത്തിനെ പൂർണ്ണമായിട്ടും അത് ഫാഹിഷത്താണ് എന്ന നിലക്കാണ് ഭാഷയിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പൊ അത് വ്യഭിചാരത്തിനേക്കാൾ അപകടം നിറഞ്ഞ കാര്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അള്ളാഹു പറഞ്ഞു, മാ സബഖകും ബിഹാ മിൻ അഹദി മിനൽ ആലമീൻ, ലൂത്ത് നബിയുടെ ഖൗമിനോട് പറഞ്ഞതാ, നിങ്ങളുടെ മുൻപ് ഒരാളും ഈ ഒരു പ്രവർത്തനം കൊണ്ട് വന്നിട്ടില്ല. അപ്പൊ അതിന്റെ ഗൗരവത്തെ ഒന്നുകൂടിയും അറിയിക്കുന്ന കാര്യമാണത്. കാരണം ഒരു പുരുഷന് സ്വാഭാവികമായിട്ടും ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, അത് എന്താണ് അതിന്റെ ഗൗരവത്തിന്റെ, വ്യഭിചാരത്തിനേക്കാൾ ലിവാത്തിന്റെ ഗൗരവത്തിനുള്ള കാരണം എന്ന് നിലക്ക് പറയാനുള്ള കാരണം, ഒരു പുരുഷൻ ഒരു സ്ത്രീയിലേക്ക് ചായുക എന്നുള്ളത് സ്വാഭാവികമായിട്ടുണ്ടാവുന്ന ശഹ്വത്താണ്. മിൻ ഖളാഇൽ വത്രി വലദ്ദത്തിൽ ഇസ്തിംതാ, അവന്റെ ഇണയെ ആസ്വദിക്കാനും അവന്റെ ആഗ്രഹം പൂർത്തീകരിക്കാനും, وحصول المودة والرحمة التي تنسى المرأة لها أبويها وتذكر بعلها, അവരുടെ ഇടയിൽ കാരുണ്യവും സ്നേഹവും ഉണ്ടാവും. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെണ്ണ് അവളെ വളർത്തി വലുതാക്കിയ ഉമ്മാനെയും ഉപ്പാനെയും മറന്ന് ഭർത്താവിനെ ചിന്തിക്കാവുന്ന മാത്രം സ്നേഹത്തിലും കാരുണ്യത്തിലും ജീവിക്കുന്ന ഒരു ജീവിതമാണ് വിവാഹ ജീവിതത്തിലൂടെ പുരുഷനും സ്ത്രീയും ഇടയിൽ ഉണ്ടാവുന്നത്. وحصول النسل الذي هو حفظ هذا النوع الذي هو أشرف المخلوقات, ഈ അല്ലദീ ഹുവ അഷ്റഫുൽ മഖ്ലൂഖാത്ത്, ഏറ്റവും നല്ല സൃഷ്ടിയായിട്ടുള്ള മനുഷ്യ പരമ്പര നിലനിൽക്കാൻ അള്ളാഹു വെച്ചിട്ടുള്ള ഒരു സംവിധാനമാണ് പുരുഷനും സ്ത്രീയും വിവാഹിതരാവുക എന്നുള്ളത്. വതഹ്സീനിൽ മർഅതി വഖളാഇ വത്രിഹാ, സ്ത്രീയെ സംരക്ഷിക്കപ്പെടാനും അവളുടെ ആഗ്രഹം പൂർത്തീകരിക്കാനും, വഹുസൂലി അലാഖത്തിൽ മുസാഹിറ അല്ലതി യഖ്തുൻ നസബ് വഖിയാമിൻ നിസാഇ അല റിജാൽ, പുരുഷന്മാരുടെ കീഴിലായിക്കൊണ്ട് സ്ത്രീകൾ സംരക്ഷിക്കപ്പെടാനും, അങ്ങനെ എല്ലാം നന്മകളും അതുകൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ട്. വഖുറൂജി അഹബ്ബിൽ ഖൽഖി ഇലല്ലാഹ് മിൻ ജിമാഇഹിന്ന കൽ അംബിയാഇ വൽ ഔലിയാഇ വൽ മുഅ്മിനീൻ, അത് ആരിലൊക്കെ ഈ വിവാഹം നടപ്പിലായിട്ടുണ്ട്? നബിമാരിലും അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നബിമാരും അതുപോലെ സ്വാലിഹ്യങ്ങൾ മുഅ്മിനീങ്ങൾക്കെല്ലാം പ്രോത്സാഹിപ്പിക്കപ്പെട്ടുള്ള കാര്യമാണിത്. അതായത് പുരുഷന് സ്ത്രീയോട് ഇഷ്ടം തോന്നുക, അത് വിവാഹത്തിലൂടെ അവന്റെ ആഗ്രഹം പൂർത്തീകരിക്കുക എന്നുള്ളത് അത് പ്രകൃതമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ശഹ്വത്തുമില്ലാത്ത, ഒരു പ്രേരണയുമില്ലാത്ത അത്രയും മ്ലേച്ഛമായ കാര്യമാണ് ലിവാത്ത് എന്നുള്ളത്. കാരണം അത് നേരെ ഒരാവശ്യവുമില്ലാത്ത, പ്രകൃതിയാ ഉള്ള യാതൊരു ശഹ്വത്തുമില്ലാത്ത ഒരു കാര്യമായതുകൊണ്ട് അതുകൊണ്ടാണ് അത് തല തിരിഞ്ഞു പോയ ചിന്ത ആയതുകൊണ്ടാണ് അല്ലാഹു തആല നാടിനെ തല തിരിച്ചു കളഞ്ഞത് എന്ന് ഉലമാക്കൾ പറയാറുണ്ട്. പിന്നെ ഈ പ്രവർത്തനം ചെയ്ത ആളുകളെ അല്ലാഹു പറഞ്ഞ വാക്കുകൾ, ബൽ അൻതും ഖൗമും മുസ്രിഫൂൻ, നിങ്ങൾ അതിര് കവിഞ്ഞ തെമ്മാടികളായിട്ടുള്ള ആളുകളാണെന്ന് എനിക്ക് പറഞ്ഞു. അതുപോലെ ഏറ്റവും ഖബായിസ് ആയിട്ടുള്ള കാര്യമാണ് അവർ കൊണ്ടുവന്നിട്ടുള്ളത്. വനജ്ജൈനാഹു മിനൽ ഖറിയത്തി അല്ലതി കാനത് തഅമലുൽ ഖബായിസ്, ലൂത്ത് നബി അലൈഹി ഇസ്ലാമിനെ രക്ഷിച്ചത് ഖബായിസായി ചെയ്ത പ്രവർത്തനം ചെയ്ത ആളുകളിൽ നിന്നാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അവരെ ഖൗമി സൗഇൻ ഫാസിഖീൻ, തെമ്മാടിത്തരത്തിന്റെ ആളുകളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. മുഫ്സിദീൻ, ഫസാദ് ഉണ്ടാക്കുന്ന ആളുകളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. വാലിമീൻ, ദുൽമ ചെയ്യുന്ന ആളുകളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാ നിലയിലും
ധാരാളം ആയത്തുകൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നിലയിലും അവരെ ഏറ്റവും മ്ലേച്ഛമായിട്ടുള്ള അവസ്ഥയിൽ നിന്ദിച്ചു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലിവാത്തി എന്നുള്ളത് നമ്മൾ ഇന്ന് കാലത്ത് അതിലേക്ക് പ്രോത്സാഹിപ്പിക്കുന്ന, അതിലേക്ക് നയിക്കുന്ന, അത് ഒരു തെറ്റല്ല എന്ന് തോന്നിപ്പിക്കുന്ന, മനുഷ്യനുണ്ടാക്കിയ നിയമങ്ങൾക്കുള്ളിലെല്ലാം അതൊരു നല്ല കാര്യമായി തോന്നിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ അതിന്റെ മ്ലേച്ഛത ഒരു നോർമൽ ബുദ്ധിക്ക് തന്നെ മനസ്സിലാവും. ഒരു മൃഗങ്ങളുടെ ഇടയിൽ പോലും ഈ കാര്യമില്ല. മൃഗങ്ങളുടെ ഇടയിൽ പോലും ലിവാത്തി എന്ന് പറഞ്ഞ ഒരു കാര്യം അവർ ചെയ്യൂല. അത്രയും മ്ലേച്ഛമായിട്ടുള്ള കാര്യമാണ് മനുഷ്യർ ഇന്ന് ഒരു അലങ്കാരമായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. ആ ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത്ര വലിയ ശിക്ഷ അനുഭവിച്ച ആളുകൾ അവരുടെ അവസാനം എന്തായിരുന്നു എന്നുള്ളത്. അതിലേക്ക് മുഴുകുന്ന ആളുകൾ ചിന്തിക്കേണ്ടത് അവർക്കും അവരുടെ പര്യവസാനം ദുനിയാവിലാവട്ടെ പരലോകത്താവട്ടെ ഇതിലും നിന്ദ്യമായിരിക്കും എന്നുള്ളതാണ്. ഇബ്നുൽ ഖയ്യിം ഇതൊക്കെ കുറെ വിശദീകരിച്ചിട്ട് അതിന്റെ അപകടമൊക്കെ പറഞ്ഞിട്ട് പറയാണ് ദഹബത്തിൽ ലദ്ദാത്ത്, അവരുടെ ആസ്വാദനമൊക്കെ തീർന്നു. അഥവാ ശിക്ഷ അനുഭവിച്ച ലൂത്ത് നബിയുടെ സമൂഹത്തിനെ പറ്റിയിട്ട്. വഅഖിബത്തിൽ ഹസറാത്ത്, അവർക്ക് ഖേദവും നിരാശയും മാത്രമായി. വഇൻഖലത്തിശ് ശഹവാത്ത്, അവരുടെ ഇച്ഛകൾ അവസാനിച്ചു മുറിഞ്ഞുപോയി. വഊരിസത്തിശ് ശഖവാത്ത്, അവർക്ക് ദുഃഖവും വിഷമവും മാത്രമായി. തമത്തഉ ഖലീലൻ, നിങ്ങൾ കുറച്ച് ആസ്വദിച്ചോളി. വഉദ്ദിബു തവീലൻ, നിങ്ങൾക്ക് വലിയ ശിക്ഷകളാണ് നീണ്ടു നിൽക്കുന്നതായിട്ട് വരാൻ പോകുന്നത്. ദുനിയാവിലെ കുറഞ്ഞ കാലത്ത് നിങ്ങൾ ആസ്വദിക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ നീണ്ടു നിൽക്കുന്ന ശിക്ഷയാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. നിങ്ങൾ ഈ ആസ്വദിച്ച് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് ഉണ്ടാകാൻ പോകുന്നത് അങ്ങേയറ്റ വേദനയുള്ള ശിക്ഷയാണ് എന്ന് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്ന വാക്കുകൾ കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള തിന്മകൾ അതിന്റെ തുടക്കത്തിലേക്ക് തന്നെ പോകരുത്. പ്രത്യേകിച്ച് കുട്ടികൾ, അമ്രതുകൾ, മുർദാൻ അഥവാ താടിയും മീശയും മുളക്കാത്ത കുട്ടികൾ, അവര് ചെറുപ്പത്തിലെ നമ്മൾ പറഞ്ഞു കൊടുക്കണം, നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. അവരുടെ ശരീരത്തിൽ ഒരു പരിധി വിട്ട് ആരെങ്കിലും സ്പർശിക്കാനോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള സംസാരങ്ങളിലേക്ക് മുഴുകാനോ വരുന്നുണ്ടെങ്കിൽ അത് അപകടമാണെന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. അതിന്റെ ഗൗരവം ബോധ്യപ്പെടുത്തി കൊടുക്കണം. പോരാത്തതിന് ഇന്ന് യുവാക്കളാണെങ്കിലും കൗമാരക്കാരാണെങ്കിലും അത് കുഴപ്പമില്ല, അതിലേക്ക് താല്പര്യപ്പെടുന്ന ഒരു അവസ്ഥ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിന്റെ ഗൗരവം ദീന് കൊണ്ടും ശറഅ് കൊണ്ടും അഖ്ല് കൊണ്ടും എല്ലാം കൊണ്ടും ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. അവർക്ക് പറഞ്ഞു കൊടുക്കണം, അവർക്ക് അതിനെ കുറിച്ചിട്ടുള്ള താക്കീതും നൽകണം. അടുത്തത് പറയുന്നത്, അടുത്തൊരു ചർച്ചയുണ്ട്, ഒരു മസ്അല, വ്യഭിചാരത്തിന്റെ ശിക്ഷയേക്കാൾ കുറഞ്ഞ ശിക്ഷ മതി ലിവാത്തിന്റെ ശിക്ഷ എന്ന് പറയുന്ന ആളുകൾ എടുക്കുന്ന തെളിവുകളും അതിന്റെ ചർച്ചകളുമാണ്. വലിയൊരു നമുക്ക് വായിക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ വായിക്കുന്നില്ല. അടുത്തത് ഹുക്മു വാതിൽ ബഹീമത്തി ഫി ശർഅ, മൃഗങ്ങളുമായിട്ട് രതിയിൽ ഏർപ്പെടുന്ന ആളുകൾക്കുണ്ട വിധി ശർഇൽ എന്താണ് എന്നുള്ളതാണ്. വഅമ്മാ വാതിഉൽ ബഹീമത്തി വലിൽ ഫുഖഹാഇ ഫീഹി തലാസതു അഖ്വാലിൻ, ഫുഖഹാക്കൾക്കിടയിൽ മൃഗങ്ങളുമായിട്ട് രതിയിൽ ഏർപ്പെടുന്നതിന് 3 ഖൗലുകളുണ്ട്. ഇപ്പൊ ചില ആളുകൾ ചിന്തിച്ചേക്കാം മൃഗങ്ങളുമായിട്ട് രതിയിൽ ഏർപ്പെടുന്ന ഒരു സംവിധാനം അങ്ങനെയൊക്കെ ഉണ്ടോ? ഇപ്പൊ ലിവാത്ത് ഇപ്പൊ കേട്ട് പ്രചാരത്തിൽ വന്നപ്പോഴാണ് അറിയുന്നത്. എന്നാൽ ഇന്ന് സമൂഹത്തിൽ വളരെ മ്ലേച്ഛമായി നിൽക്കുന്ന ഒരു കാര്യമാണ് ഇതും. പ്രത്യേകിച്ച് പാശ്ചാത്യ നാടുകളിൽ അവർ അവരുടെ വീടുകളിൽ മൃഗങ്ങളെ വളർത്തുന്നത് തന്നെ ഇതുപോലെയുള്ള അവരുടെ ആഗ്രഹ പൂർത്തീകരണത്തിനാണ്. പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും ഇതിനെല്ലാം ഉപയോഗിക്കുന്നത് എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ, ഒരു 10-20 വർഷങ്ങൾക്ക് മുമ്പായിരിക്കണം, അമേരിക്കയിൽ ഒരു എക്സിബിഷൻ തന്നെ ഉണ്ടായിരുന്നു. ഒരു കുരങ്ങൻ മനുഷ്യസ്ത്രീയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് കാണാൻ ടിക്കറ്റ് എടുത്ത ആളുകളെ കയറ്റുന്ന അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതെല്ലാം നടക്കുന്നതാണ്. പലരും അത് അറിയുന്നില്ല, അറിയേണ്ട ആവശ്യമില്ല. പക്ഷെ ആ തിന്മയുടെ ഗൗരവം നമ്മൾ അറിയണം. 3 അഭിപ്രായങ്ങളാണ് ഫുഖഹാക്കൾക്കിടയിൽ മൃഗവുമായി രതിയിൽ ഏർപ്പെടുന്ന ആളുകൾക്കുള്ള ശിക്ഷയെ പറ്റി പറയുന്നത്. ഒന്നാമത്തേത് അയ്യു അദ്ദബ്, അവരെ അദബ് പഠിപ്പിക്കണം, താക്കീത് നൽകണം. വലാ ഹദ്ദ അലൈഹി, അവന്റെ മേലെ ഹദ്ദില്ല. വഹാദാ ഖൗലു മാലിക് വഅബി ഹനീഫ വശാഫി ഫി അഹദി ഖൗലൈഹി വഖൗലു ഇസ്ഹാഖ്. ഇമാം മാലിക്, അതുപോലെ അബൂ ഹനീഫ, ഇമാം ഷാഫിയുടെ 2 ഖൗലുകളിൽ ഒന്ന്, അതുപോലെ ഇസ്ഹാഖ് റാഹവൈഹി, അങ്ങനെയുള്ളവരും അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. രണ്ടാമത്തേത് അന്ന ഹുക്മഹു ഹുക്മു സാനി, വ്യഭിചാരത്തിന്റെ അതേ ഹുക്ം പോലെയാണ്. യുജ്ലദു ഇൻ കാന ബിക്റൻ, വിവാഹിതനല്ല എങ്കിൽ എന്തു ചെയ്യും? അവരെ ചാട്ട കൊണ്ടടിക്കും. വയുർജമു ഇൻ കാന മുഹ്സനൻ, വിവാഹിതനാണെങ്കിൽ എറിഞ്ഞ് കൊല്ലപ്പെടും. വഹാദാ ഖൗലുൽ ഹസൻ, ഇതാണ് നല്ലൊരു അഭിപ്രായമായിട്ട് പറയുന്നത്. മൂന്നാമത്തേത് അന്ന ഹുക്മഹു ഹുക്മുൽ ലൂത്തി, ലിവാത്തിന്റെ അതേ ഹുക്മാണ് ഇതിന്. നസ്സ അലൈഹി അഹ്മദ് ഫയഖ്റുജു അലാ റിവായത്തിൻ ഫി ഹദ്ദിഹി അൽ ഹുവൽ ഖത്ലു ഹത്മൻ ഔ
അഹുവ കസ്സാനി, അത് ഏതുപോലെയാണ് എന്നുള്ളത്, എന്താണ് ചെയ്യേണ്ടത്, ശിക്ഷ കൊല്ലുക എന്നുള്ള ലിവാത്തിന്റെ അതേ ശിക്ഷയാണ്. കാരണം ഒരു ഹദീസ് ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട്, മൻ അതാ ബഹീമതൻ ഫഖ്തുലൂഹു വഖ്തുലൂഹാ മഅഹു, ആരെങ്കിലും ഒരു മൃഗവുമായിട്ട് ഇതുപോലെ രതിയിൽ ഏർപ്പെടുകയാണെങ്കിൽ അവനെ കൊല്ലണം, ആ മൃഗത്തെയും കൊല്ലണം എന്ന് വന്നതായിട്ട് ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഹദീസിനെ കുറിച്ച് ചർച്ചയാണ്. അപ്പൊ പറഞ്ഞാൽ വ്യഭിചാരത്തിന്റെ അതേ ശിക്ഷയാണ് നടപ്പിലാക്കേണ്ടത് എന്ന് കാണാൻ സാധിക്കും. ഇതിനിടയിൽ പറയേണ്ട ഒരു കാര്യം, ഇതുപോലെ തന്നെ വളരെ ഗൗരവത്തിൽ താക്കീത് നൽകപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് മഹ്റമായിട്ടുള്ള ആളുകളുമായിട്ടുള്ള വ്യഭിചാരം. അതായത് ഒരുവന്റെ ഉമ്മ, അനിയത്തി, പിന്നെ മക്കൾ, പെൺമക്കൾ, ഇതുപോലെയുള്ളത്. ഇതൊക്കെ ഇന്നത്തെ ഈ നിരീശ്വരവാദികളും നാസ്തികന്മാരൊക്കെ അവർക്ക് പരസ്പര സമ്മതം ഉണ്ടെങ്കിൽ അത് കുഴപ്പമില്ല, ഒന്നും തെറ്റല്ല എന്ന് പറയുന്ന, അത് കേൾക്കുന്ന, അത് പഠിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. സ്വന്തം അച്ഛനിൽ നിന്ന് ഗർഭിണിയാവുന്ന മക്കളുള്ള ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇതിന്റെ ഗൗരവം നമ്മൾ ചിന്തിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്, അത് തെളിവായിട്ട് പണ്ഡിതന്മാർ എടുത്തിട്ടുണ്ട്. പക്ഷെ ഹദീസ് ചില ചർച്ചകൾ ഉള്ളതാണ്. മൻ വഖഅ അലാ ദാതി മഹ്റമിൻ ഫഖ്തുലൂ, ഒരു മഹ്റമായ ഒരാളുമായിട്ട് വ്യഭിചരിച്ചിട്ടുണ്ടെങ്കിൽ അവനെ കൊല്ലുക എന്നുള്ളത്. ഇതെല്ലാം വ്യഭിചാരത്തിന്റെ ഇനത്തിൽ പെടുന്നതാണ്. പക്ഷെ ഗൗരവം ഓരോന്നിന്റെയും ആഴത്തിൽ കൂടുതൽ കൂടുന്നതാണ്. അതേപോലെ തന്നെ പെടുന്ന ഒരു കാര്യമാണ് സിന ബിൽ മയ്യിത്ത്, ഒരു ശവവുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത്. അതിനും ഇതേ ഹുക്മാണ് പറയുന്നത്, വ്യഭിചാരത്തിന്റെ ശിക്ഷയെ പോലെ തന്നെ. ഇനി അടുത്തൊരു കാര്യം പറയുന്നത്, നമ്മൾ ലിവാത്ത് പറഞ്ഞു. ഇതൊരു ഞാൻ പറയണോ വേണ്ടെന്ന് ആലോചിച്ചു, പക്ഷെ ഇത് അറിയാൻ പറയുന്നത് നന്നായിരിക്കും. ലിവാത്തിനെ പറ്റി പറഞ്ഞപ്പോൾ അതേപോലെ പറയേണ്ടതാണ്. ഒരു സ്ത്രീ ഒരു സ്ത്രീയുമായിട്ട് ശാരീരികമായിട്ട്, ഇപ്പോൾ ഇംഗ്ലീഷിൽ ലെസ്ബിയൻ എന്നെല്ലാം പറയുന്ന രീതിയിലുള്ള പ്രവർത്തനം, പല ആളുകളും അതിനെ പറയാറുള്ളത് ലിവാത്തിനുമായി ബന്ധപ്പെട്ടിട്ടാണ്. പക്ഷെ ഇസ്ലാമിന്റെ നിയമപ്രകാരം അത് ലിവാത്തിന്റെ ഇനത്തിൽപ്പെടുന്നതല്ല. സ്ത്രീയും സ്ത്രീയുമായിട്ടുള്ളത് പുരുഷനും പുരുഷനും പോലെയുള്ളതല്ല. അതിന് ഹദ്ദ് പഠിപ്പിച്ചിട്ടില്ല. അങ്ങനെ ചെയ്ത രണ്ട് സ്ത്രീകളെ ഹദ്ദ് നടപ്പിലാക്കണം. തെറ്റാണ്, ഗൗരവമുള്ളതാണ്, അപകടമാണ്. നാളെ പരലോകത്ത് പിന്നെ നരകം ലഭിക്കുന്ന, ശാപം ലഭിച്ചിട്ടുള്ള ശിക്ഷയാണ്. പക്ഷെ ഹദ്ദ് നടപ്പിലാക്കാൻ ലിവാത്തിനെ പോലെ പഠിപ്പിച്ചിട്ടില്ല. അതിന് കാരണം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നത് പറയാണ്, വമ്മ ഖിയാസുകും വറജുലി ലിമിസ്ലിഹി അലാ തദാലുകിൽ മർഅതൈൻ ഫമിൻ അഫ്സദിൽ ഖിയാസ്. ആരെങ്കിലും രണ്ട് സ്ത്രീകൾ ഇതുപോലെ ആകുന്നു എന്നുള്ളത് ലിവാത്ത് പോലെയാണെന്ന് പറയുന്നുണ്ടെങ്കിൽ, ഖിയാസ് ആക്കുന്നുണ്ടെങ്കിൽ, ആ ഖിയാസ് ശരിയല്ല. കാരണം ലിവാത്തിലെ പോലെ പുരുഷന്റെ ഒരു അവയവം മറ്റേ മഫ്ഊലും ബിഹിയിൽ പ്രവേശിപ്പിക്കുന്നത് പോലെ രണ്ട് സ്ത്രീകളിൽ അതുപോലെ ഒരു പ്രവേശനം നടക്കുന്നില്ല. വഇന്നമാ നളീറുഹു മുബാശറത്തു റജുലി മിൻ ഗൈരി ഈലാജ്. അത് ഏതുപോലെയാണ്? അഥവാ ലൈംഗികമായിട്ട് അവയവം പ്രവേശിപ്പിക്കാതെ ഒരു പുരുഷനും അല്ലാത്ത രീതിയിൽ ആസ്വദിക്കുന്ന പോലെയാണ് അതിന്റെയും ഹുക്കും വരിക. വ്യഭിചാരമാണ്, പക്ഷെ കണ്ണുകൊണ്ടും കൈകൊണ്ടും കാലുകൊണ്ടുള്ള വ്യഭിചാരം പോലെയാണ് അത് വരിക. ലിവാത്തിന്റെ ശിക്ഷയല്ല അതിനുള്ളത്. എന്നാൽ അത് ഗൗരവമുള്ളതാണ്, തെറ്റാണ്. പക്ഷെ അത് രണ്ടും ഖിയാസാക്കാൻ പറ്റില്ല എന്ന് ഉലമാക്കൾ പറഞ്ഞത് കാണാം. പക്ഷെ ഉറപ്പാണ്, നമ്മൾ പറഞ്ഞു, ഒരു ഫിത്രത്ത്, ഒരു അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച, മനുഷ്യനെ സൃഷ്ടിച്ച ഫിത്രത്തിനെതിരായിട്ടുള്ള, നിക്കാഹ് വിവാഹം എന്നുള്ള ഫിത്രത്തിനെതിരായിട്ടുള്ള, മ്ലേച്ഛമായിട്ടുള്ള, ശാപം പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള, നരകശിക്ഷ ലഭിക്കുന്ന കുറ്റമാണ്, ഗൗരവമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ ഇന്നതെല്ലാം നമ്മൾ സൂക്ഷിക്കണം. നമ്മുടെ പെൺമക്കളെയും പഠിപ്പിക്കണം. അവരുടെ ശരീരത്തിൽ ഒരു പെണ്ണാണെങ്കിലും ഒരു പരിധി വിട്ട് സ്പർശിക്കുന്നതോ അല്ലെങ്കിൽ ഈ രീതിയിലുള്ള സംസാരങ്ങൾ സംസാരിക്കുന്നവരുമായിട്ട് ബന്ധമുണ്ടാകരുത് എന്ന് ശക്തമായ താക്കീത് നമ്മൾ കൊടുക്കണം. അപ്പോൾ തിന്മകളെ കുറിച്ചെല്ലാം കുറെ പറഞ്ഞു. നമ്മൾ ഈ കിതാബിന്റെ നമ്മൾ ആദ്യം ചോദ്യം ചോദിച്ചു. ഒരു തിന്മയിലാകപ്പെട്ട ആളുടെ തിന്മയുടെ അനന്തരഫലങ്ങൾ പറഞ്ഞു, തിന്മയിൽ ഗൗരവമുള്ള ശിർക്ക് പറഞ്ഞു, കൊലപാതകം പറഞ്ഞു, വ്യഭിചാരം പറഞ്ഞു, ലിവാത്ത് പറഞ്ഞു. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, വഹൽ ഹാദാ കുല്ലിഹി ദവാഉൻ ലിഹാദാ ദാഇൽ ഉദാൽ വറുഖിയത്തുൻ ലിഹാദാ സഹൽ ഖത്താൽ. ഇതുപോലെയുള്ള ഈ രോഗങ്ങൾ, ലിവാത്താവട്ടെ, ഇതിനൊക്കെ എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടോ? ഇതിലിപ്പോ ഒരാൾ അകപ്പെട്ടു പോയി, ഇനി ഇതിന് രക്ഷപ്പെടാൻ എന്തെങ്കിലും പരിഹാരം ഉണ്ടോ? വമൽ ഇഹ്തിയാലു ദഫി ഹാദൽ ഖബാൽ, ഈ കെണിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം എന്താണ്? വഹൽ മിൻ ത്വരീഖിൻ ഖാസിദിൻ തൗഫീഖ്, തിരിച്ച് ഇസ്തിഖാമത്തിലാകാനുള്ള എന്തെങ്കിലും വഴി ഉണ്ടോ? വഹൽ യുമക്കനു സുഖ്റാൻ മിൻ ഖംറിൽ ഹവാ അൻ യുഫീഖ, ഈ ഇച്ഛയുടെ മദ്യത്തിൽ ലഹരിയിൽ മുഴുകിപ്പോയ ആളുകൾക്ക് വീണ്ടും ബോധം തിരിച്ചു കിട്ടുമോ? വഹൽ യംലിഖുൽ ആശിഖു ഖൽബഹു വൽ ഇശ്ഖു ഖദ് വസല ഇലാ സുവൈദാഇഹി, ഒരുത്തന് പ്രണയം അങ്ങേയറ്റത്തെ അന്ധത പോലെ
ഉണ്ടെങ്കിൽ അവന്റെ ഖൽബിനെ വീണ്ടും തിരിച്ചെടുക്കാൻ ഒരു പ്രണയം ബാധിച്ച ഒരുത്തിന് സാധിക്കുവോ? ഇത്രയും ഈ രോഗം ആഴത്തിൽ ബാധിച്ചിട്ട് അതിൽ നിന്നൊന്ന് പുറത്തേക്ക് കൊണ്ടുവരാൻ ഏതെങ്കിലും ഒരു വൈദ്യന് മരുന്ന് നൽകാൻ സാധിക്കുമോ എന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് അതിനുള്ള പരിഹാരമായിട്ട് ഇനിയാണ് ശരിക്ക് ഈ രോഗങ്ങൾക്കുള്ള എല്ലാം പരിഹാരമായിട്ടുള്ള കാര്യങ്ങൾ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ വിശദീകരിക്കുന്നത്. ഇത്രകാലം പറഞ്ഞത് തിന്മയുടെ അപകടങ്ങളും ആ രോഗങ്ങളുടെ ആഴവും അതിനുള്ള ഹദ്ദും കാര്യങ്ങളുമാണ്. ഇതിന്ന് എങ്ങനെ ഒരാൾക്ക് രക്ഷപ്പെടാൻ പറ്റുക, ഇതിൽ അകപ്പെട്ട ഒരാളുണ്ടെങ്കിൽ എങ്ങനെ രക്ഷപ്പെടണം, അത് ഇൻഷാ അല്ലാഹ് അടുത്ത ബാബുകളിൽ അതാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറയുന്നത്. നമുക്ക് അടുത്ത ദർസിൽ നോക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കേൾക്കുന്ന കാര്യങ്ങൾ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കാനും അത് പകർത്താനും നമുക്ക് തൗഫീഖ് നൽകട്ടെ. أقول قولي هذا أستغفر الله لي ولكم واستغفروا إنه هو الغفور الرحيم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.